ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു അൽഷസാം. ആൻഡ് നമ്മളിപ്പോൾ ചായ കുടിക്കാനായി എവിടെയാണ്? പാനൂർ റെസ്റ്റോറൻറ്റ്. പാനൂർ റെസ്റ്റോറൻറ്റ് സിൻസ് 1994. ആൻഡ് നമ്മളെ കൂടെ ഫഹീമും ഉണ്ട്. ഫഹീമേ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? അപ്പോൾ നമ്മൾ ചായ കഴിഞ്ഞ് ലൈവ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണ്. അല്ല, ലൈവായിട്ടൊരു ചേട്ടൻ വേറൊരാൾ ഉണ്ടാക്കും, നമ്മൾ കഴിക്കും. അതാണ് ഇന്നത്തെ പരിപാടി. എന്നിട്ട് എവനും ഉണ്ട്, എവനും കഴിക്കണുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ഒരുത്തനുണ്ട്, നമ്മളെ അലക്സച്ചൻ. അലക്സച്ചായന് എപ്പോഴും കുറേ വീഡിയോസ് ഇടും. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഏറ്റവും അവൻ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ബട്ടർ ചിക്കൻ ആണെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടത്. അതെ 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 അതെ. നമുക്കിന്ന് അലക്സച്ചായന്റെ പെക്കിട്ട് വേണം. ഈ അലക്സച്ചായ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതോ കോട്ടയംകാരനെന്ന് വിചാരിക്കില്ല, തായ്പാണ് കേട്ടോ. ജസ്റ്റ് ഫുഡ് തന്നെ, ജസ്റ്റ് ഫുഡ് DXB. അതേപോലെ ഇവര് നല്ല കിടിലൻ ബിരിയാണി അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് പോകണം. നല്ല നെയ്യുള്ള മട്ടൺ ഇല്ല, നെയ് കൊഴുപ്പുള്ള. എന്നെ വിളിച്ചില്ല ഗൈസ്. അതേപോലെ ഇന്നലെ ഇവര് ചോക്ലേറ്റ് കേക്കും കഴിക്കാൻ പോയി, അതും എന്നെ വിളിച്ചില്ല ഗൈസ്. ഞാൻ അങ്ങനെയല്ല, ഇതൊക്കെ പരീക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ പോയ സാധനങ്ങളാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഷസോനെ സെക്കൻഡ് റൗണ്ടിലേ കൊണ്ടുപോകുള്ളൂ, ഫസ്റ്റ് റൗണ്ടിൽ കൊണ്ടുപോകാറില്ല. അതെ, ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി. ബട്ട് ഐ എം വെയിറ്റിംഗ് ഗൈസ്. നമ്മളിപ്പോൾ തൽക്കാലം ചായ കുടിച്ചിട്ട് ഇന്ന് ബട്ടർ ചിക്കൻ, ഇന്ന് മറ്റേ ജാപ്പനീസ് പരിപാടി കഴിക്കാൻ ചെയ്തു. ജാപ്പനീസ് സാധനവും വന്നിട്ടുണ്ട്. അതാ നൊമാഡിയൻ വരില്ല, അപ്പോൾ അവന് വേണ്ടി എടുക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് മാറ്റി വെച്ചേക്കണം വേറൊരു ദിവസത്തേക്ക്. തൽക്കാലത്തേക്ക് ചായ ആൻഡ് ബട്ടർ ചിക്കൻ, ചായ ആൻഡ് ബട്ടർ, അടിപൊളി കോംബോ. അതെല്ലാം കുറച്ചൊന്ന് ഇളക്കിയിട്ട് അതിനത് പാല് കൂടി എനിക്ക് ഇഷ്ടം. നിങ്ങൾക്ക് ഓക്കെയാണ്? കുഴപ്പമില്ല. കുറച്ച് പാല് കുറച്ചിട്ട് എനിക്ക് സ്ട്രോങ് ആക്കി. ചായ എന്ന് പറയുന്നത് നിങ്ങൾ അത് ഉറക്കി പറഞ്ഞു, അവർക്കും അറിയാം. ഞാൻ കൊണ്ടുപോയിട്ടുള്ള ഒരു പ്രാവശ്യം ഓർമ്മയില്ല. നിങ്ങള് മക്രോണി മഷാദിലെ ചായയാണ് ചായ. ഇത് കൊള്ളാം, പക്ഷെ ആ ചായ. അങ്ങനെ ചായയും കുടിച്ച് നമ്മൾ നേരെ എന്താടാ ഇതെന്തോന്നു പിന്നെ ഫുഡാ? അവിടെ കുറച്ച് ഫുഡ് കിട്ടി, ആർക്കെങ്കിലും കൊടുക്കണം. അത് ശരി, അത് നല്ല ചെയ്യാ, ചാരിറ്റിയാ. അത് ബിരിയാണിയാണ് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കണത്? എടാ മഹാഭാവി, എനിക്ക് അല്ല വേണ്ട, നമുക്ക് അത് ചിക്കൻ ബിരിയാണിയാ, മട്ടൺ അല്ല. ഓ ഗൈസ്, നല്ല മട്ടൻ, നല്ല ഒരു ബിരിയാണി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ചിക്കൻ ബിരിയാണി അവരെ പാർസൽ അടച്ച ഒരു ചേട്ടന് കൊടുത്തിരിക്കുകയാണ്. അത് കൊടുക്കുന്ന നമ്മളുടെ സ്വന്തം സിനാനെയാണ് നിങ്ങൾ കാണുന്നത്. കേട്ടോ, കൈയൊക്കെ പോക്കി കാണിക്കണം. തന്താനന്താനെ താനത്തന്നാനെ റോക്കി ബൈ സിനാൻ ഇസ് കമ്മിങ് ഗൈസ്. ഇതാ വന്നിരിക്കുകയാണ്, നല്ല പ്രവൃത്തി ചെയ്ത സിനാൻ. അവിടെ മൈലാളിനെ തിരിക്കണ ചെയ്തത് ഞാൻ ക്ലാപ്പടി. അയ്യാ, അതൊക്കെ ജന്മത്തിൽ. അപ്പൊ നമ്മൾ നേരെ ബട്ടർ ചിക്കൻ കഴിക്കാൻ പോകുന്നു ഗൈസ്. നമ്മൾ അൽബാഡ സ്ട്രീറ്റിൽ കൂടെ പോവുകയാണ് ഗൈസ്. ഇവിടെ എത്തി ഗൈസ്. ഇതേ ഫ്രണ്ടിൽ ഒരു ചെറിയ ബെന്റ്ലി കിടക്കുന്നു, ചെറിയ ബെന്റ്ലി. ഇതൊന്നുകൊണ്ട് ഇവിടെ ഇടരുത്. ഇത് ആൽഫ റൊമേയോ നമ്മുടെ ഫിയറ്റ് ഇല്ലേ, അതിൻ്റെയൊക്കെ സബ് ബ്രാൻഡ്. അത് ഫെറാറി ഫിയറ്റ് അല്ലേ? ഫിയറ്റാണ് എഞ്ചിൻ കൊടുക്കണം, ആൽഫ റൊമേയോ. അപ്പം നമ്മൾ ബട്ടർ ചിക്കൻ കഴിക്കാനുള്ള സ്ഥലത്ത് ഇറങ്ങിയാണ്. ഇവിടെ വലിയ വലിയ വണ്ടികളൊക്കെ ഉള്ളൂ കേട്ടോ, ചെറിയ വണ്ടികളൊന്നുമില്ല. അതായത് ജി വാഗൺ, മറ്റേ സാധനം ലംബോർഗിനി, ഉറൂസ്, അങ്ങനെയൊക്കെ ഉള്ളൂ. നമുക്ക് ആകെ പോകാൻ പറ്റണത് ഒരു ഉറൂസ് മാത്രമാണ്. അപ്പോൾ നമ്മൾ നേരെ എന്തായാലും അതേത് വണ്ടിയുടെ ആ വെള്ള ആസ്റ്റൺ മാർട്ടിനാണത്. അപ്പോൾ നമ്മൾ നേരെ ബട്ടർ ചിക്കൻ അടിക്കാൻ പോവുകയാണ്. ഇങ്ങനെ പാട്ട് പാടും പിന്നെ റൂബാറു. നല്ല ടീഷർട്ട് കേട്ടാ, പോക്കിമോൻ. നിങ്ങൾക്ക് പോക്കിമോൺ അറിയാവോ? പോക്കിമോൺ അത്
അത് ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ കളിച്ച കാർഡ് അതല്ലേ? അല്ല മറ്റേ ബോള്. നിങ്ങൾ ഇത്രയും ഡൗൺഗ്രേഡഡ് ആണോ? നിനക്ക് പോക്കിമോണെ അറിയാവോടാ? എവൻ പൂക്കിയാണ്, അവന് പൂക്കി അറിയാവോ? റുബറു വന്നു ഗൈസ്. റുബറു നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ്. പക്ഷേ ഞാൻ വിളിച്ചപ്പോ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ബട്ടർ ചിക്കൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ അടിച്ച് കിട്ടുമെന്നില്ലോ? ഞാൻ ചോദിച്ചില്ല. ഇവിടെ എല്ലാം ലൈവാട്ടോ. കൊള്ളാം കട, നല്ല കട, നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള. അതെ അതെ, പറയണ്ട, ഫിലിം സ്റ്റാർ തന്നെ. നമുക്ക് പോകാൻ കാരണമായല്ലോ മഷാദ് പോലും ചായ മക്രോണിയും കുടിക്കാം. Please check before sitting because we just came for that. Yeah, we came only for butter chicken. Yeah. Guys, butter chicken ഇല്ലെന്നാണ് പറയുന്നത്. നോക്കാം എന്തിനാണെങ്കിൽ. नहीं है कि नहीं है, मुश्किल नहीं है. वो कौन से टाइम शुरू होते हैं वो? സുബിൻ മൈക്ക് വെച്ചിരിക്കുന്നുണ്ട്, സംസാരിക്കണ കേട്ട്. हम आपके है कौन? नहीं वो नहीं, हम कंटेंट, हम लोग ब्लॉगर्स हैं. हम लोग ब्लॉग करते हैं. मैं एक फूड ब्लॉगर हूँ, वो एक टेक ब्लॉगर है, तो वही दरअसल में हम लोग ये कंटेंट के लिए आए हैं. मगर टाइम नहीं, हम कोई और दिन हम आते हैं, मुश्किल नहीं. സുബിനെ ബട്ടർ ചിക്കൻ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 2 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരാളുണ്ട്, ഉള്ളി പോയാൽ പിന്നെ തിരിച്ചു വരുന്നും വരില്ല, ഉള്ളി സ്പെയിനിലേക്ക് പോകണമെന്നൊക്കെ വരൂ. ഇത് ഉണ്ടാക്കാൻ പോവാണ് സ്പെഷ്യൽ 15 മിനിറ്റ്സ്. അല്ലെങ്കിൽ ഇതിപ്പോ എപ്പോഴും അവൈലബിൾ ആവുന്നത് നമ്മൾ വിളിച്ചു പറയണോ? എനിക്ക് തോന്നുന്നു ഇത് അധികം പോണില്ലെന്ന് തോന്നുന്നു. നമ്മളിതിപ്പോ ഉണ്ടാക്കലില്ല. ഇപ്പൊ ഉണ്ടാക്കലില്ല എന്താണെന്നറിയില്ല. ആ ട്രെൻഡ് ചിലപ്പം വിജയിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നല്ല ഷെയർ പോയിട്ടില്ല. 13,000 ഷെയർ പോയിട്ടില്ല അവന്റെ. മനസ്സിനെ വിഷമിപ്പിക്കാറാ. ഇങ്ങനെ ബട്ടർ ചിക്കൻ ഉണ്ടായെന്നുള്ളൊരു എനിക്കാണോ ചിക്കൻ്റെ ഇടയിൽ ബട്ടർ ഇട്ട് ഇങ്ങനെ മോത്തി മഹൽ ഡൽഹിയിൽ. പക്ഷെ അത് എങ്ങനെയാണ് എല്ലാ ദിവസവും ബട്ടർ ചിക്കൻ കണ്ടുപിടിച്ച ഞങ്ങളാണെന്നൊക്കെ അവിടെ ബ്രാഞ്ച് തുടങ്ങി. അതെ, ഇതെന്ന് വെച്ചാൽ ഈ തന്തൂരി ചിക്കൻ. അപ്പോൾ നമ്മൾ ഈ അൽഫാം കബാബൊക്കെ ചെയ്യുമ്പോൾ രാത്രി ഇത് ബാക്കി വരുമല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ട്, ഇത് എടുത്ത് ഇനി ഫ്രിഡ്ജിൽ വെക്കണം. പക്ഷെ പെട്ടെന്ന് ചീത്തയാവും. കാരണം കുറേ നേരം പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഫ്രിഡ്ജിൽ എടുത്ത് നോക്കുമ്പോൾ ചീത്തയാവും. അപ്പോൾ അതേപോലെ ഈ തന്തൂരി ചിക്കൻ, ബാക്കി വരുന്ന തന്തൂരി ചിക്കൻ എന്ത് ചെയ്യും എന്ന് കണ്ടുപിടിച്ചൊരു സാധനമാണ് ബട്ടർ ചിക്കൻ. മനസ്സിലായ? ഈ ബാക്കി വരുന്ന ടിക്ക് വെച്ചിട്ടാണ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ബട്ടർ ചിക്കൻ. ഇവിടെ ഇന്നലെ ഉണ്ടാക്കിയത് കാണൂല തലേ ദിവസത്തെ ബട്ടർ ഇതില്ലാന്ന് തന്തൂരി, അതുകൊണ്ടാണ് ഇല്ലാത്തത്. കണ്ടറിയാൻ കഴിച്ചു. എന്തായാലും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ തന്നെയാണ് ഗൂഗിൾ പറയുന്നത്. എന്ത് നമ്മള് ഇംഗ്ലീഷാണ് ഗൂഗിളില്. മഹൽ ഒറിജിനൽ 1950 വെയിറ്റ് സാൽവേജ് ലെഫ്റ്റ് ഓവർ തന്തൂരി ചിക്കൻ ബൈ സിമ്മറിംഗ് റിച്ച് ഗ്രേവി. അതെ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അല്ലല്ല വെയിറ്റ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനെന്താ ഇതൊക്കെ ഓൾറെഡി എന്റെ തലയിൽ വെച്ചിട്ട് വരുന്നതാണോ? അല്ലല്ലോ, ഞാൻ ഇത് പഠിച്ചിട്ടല്ലേ വരുന്നേ. അതെ, ഒരു സിമ്പിൾ സാധനം. കറക്റ്റ് സ്ഥലത്താ ഇട്ടത്. ഇതാണ് ഗൈസ് ബട്ടർ ചിക്കൻ. ഈ കാസറോളിൽ വെച്ച് ഇത്രയും സാധനങ്ങളാണ് ഇൻഗ്രീഡിയൻസ്. ഗൈസ്, ദീസ് ആർ ദ ഇൻഗ്രീഡിയൻസ് ഓഫ് ബട്ടർ ചിക്കൻ. ഇതെന്താ സ്പ്രിംഗ് ഒണിയനോ? മുളക്, ഉപ്പ്, മറ്റേ കസ്തൂരി മെത്തി, പിന്നെ ഗാസുകുറ്റി. കഴിഞ്ഞു പോയി. ഒരു ബട്ടർ ചിക്കനാണ് ഈ ഒരു ഇത് മൊത്തം ക്യാമറ. आज का शाम आपके साथ मनोरंजन में जुबिन मशहूर और शेफ फुरकान. कहाँ से हो? पाकिस्तान. എല്ലാം ഉണ്ട് ഗൈസ്. ഉപ്പ്, മുളക്, മഞ്ഞൾ, വൈറ്റ് ബട്ടർ,
ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. വേണ്ട ഇതിൻ്റെ ഇങ്ങനെ കുത്തി മതിടാ, ഇതല്ലേ. ഓ ഇതിന്റെ കൂടെ റൊട്ടി വരുമോ 5 എണ്ണം? ഓൾറെഡി 5 ഓ, മതി. പിന്നെ നമുക്ക് ഡിഫറെന്റ് ഫ്ലേവർ ഓഫ് ബട്ടർ ഉണ്ട് കേട്ടോ. ये कितने फ्लेवर बटर? നമ്മുടെ ഇഷ്ടത്തിന് അത് ഇടാം. ये कौन सा फ्लेवर है? സ്പൈസി ആയിരിക്കും, അത് സ്പൈസി ബട്ടർ. അല്ല ആ ബട്ടർ नहीं ऐसा क्यों स्पाइसी? അത് മാത്രമല്ല, स्पाइसी कैसा कर ഗാർലിക് ഉണ്ട്. चिल्ली का फ्लेवर चाहिए. गार्लिक तो होगा ही ना ग्रेवी में ऑलरेडी. चिल्ली, ആ ചില്ലി. क्लासिक बटर तो वैसे भी आप डालने वाले हो ना, ग्रेवी डालने वाले हो, वो तो है. उसके बाद आप चिल्ली बटर भी हम थोड़ा ऐड करते हैं. ഏത് പിന്നെ ഇവിടെ ജനിച്ചുകൊണ്ട് ഹിന്ദി മറ്റേതായിരുന്നല്ലേ, മറ്റേ വിദ്വാനായിരുന്നല്ലേ. Yes, ആ ഇതിലാണ് ഇതാണ് ചിക്കൻ ടിക്ക. തന്തൂരി ടിക്ക. ടിക്ക. അല്ല ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കി ഇത്ര സാധനം മതി? ലുക്ക്, ഞാൻ കാര്യം പറയട്ടെ, ഇതിൻ്റെ ഒരു ബേസ് ഗ്രേവി ഉണ്ട്. ടൊമാറ്റോ ഗ്രേവിയാണ്. ടൊമാറ്റോ, കാഷ്യൂ ഇതൊക്കെ അടിച്ച് ഓൾറെഡി ഒരു ഗ്രേവി അടിച്ച് വെക്കുന്നുണ്ടാവും. ആ ഗ്രേവി അല്ല നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആൾക്കാർ ഓൾറെഡി ഗ്രേവി അടിച്ചു. തന്തൂരി ചിക്കൻ ഓൾറെഡി റെഡിയാണ്, മസാല മാരിനേറ്റ് ചെയ്ത് ഓൾറെഡി സ്റ്റിക്സ് ഓൾറെഡി അതും ഇപ്പം ഇവിടെ ഗ്രില്ല് വെക്കും ഓൾറെഡി. സോ ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പൊടികൾ ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോ ബേസ് ഗ്രേവി ഈസ് റെഡി ആൻഡ് ദ ചിക്കൻ ഇസ് ഓൾസോ കുക്ക്ഡ് ആൻഡ് റെഡി. ചിലവർ കുക്ക് ചെയ്ത് തന്നെ നോക്കും, ചിലവർ ഇതൊരു രസം. ഇംഗ്ലീഷ് ഗൂഗിളിലുണ്ട്. അയ്യോ ഇതൊന്നും ഉണ്ടാവില്ല, ഇത് എക്സ്ക്ലൂസീവ് സുബിനോളജിന്റെ മാത്രം. ഗൈസ് पता है वो हाफ ग्रिल सब पता है. है. मैं 30 साल से खा रहा हूँ. मैं 36 ईयर से खा रहा हूँ. 30 साल से मैं खाना खा रहा हूँ. बहुत एक्सपीरियंस है. ഓ അതാണ് മസാല. ക്ലാസിക് മസാല ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ ക്ലാസിക് ഗ്രേവി ഓൾറെഡി മഖനി ഗ്രേവി റെഡിയാണ്. കണ്ടാ ബേസിക് ഗ്രേവി റെഡിയാണ്. ഇതിനെ ഇനി പൊരിക്കും. ഇതിനെ ഇനി ഒരു കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അതിൻ്റെ അകത്ത് വെക്കും. അല്ല അത് ഓൾറെഡി കുക്ക്ഡ് ആണ് കേട്ടോ. ഒരു ഒരു 60-70% എണ്ണാണ്, ബാക്കിയൊന്നും ഇവിടെ നിന്നാവും. നമ്മുടെ സന്തോഷമാണ്. ചൂടാക്കി തരുന്നു. അല്ല യൂഷ്വലി ബട്ടർ ചിക്കൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. ഓൾറെഡി ഡണ്ണ് സാധനമാണ്. എത്ര രൂപ നോക്കിയാ? എത്ര രൂപ നോക്കിയാ? അത് ഞാൻ നോക്കിയില്ല കേട്ടോ. എടാ ഫോട്ടോ അന്ന് നോക്കേട്ടാ. അല്ല നമുക്കായാലും മറ്റേ നമ്മുടെ ഒരു ഹുക്ക് ഉണ്ടായിരുന്നു, മോസ്റ്റ് എക്സ്പെൻസീവ് സ്റ്റേക്ക് 700, നല്ല റീച്ച് കിട്ടി. ആക്ഷൻ 6 എടുക്കുക കേട്ടോ, DJI ആക്ഷൻ. അടിപൊളിയല്ലേ, നല്ല റിവ്യൂ. പക്ഷെ അതിന്റെ കൂടെ ഒരു മാക്രോ ലെൻസ് ഉണ്ട്, അത് മസ്റ്റ് ആയിട്ട് വാങ്ങിക്കണം. മാക്രോ ലെൻസ് അത് സെപ്പറേറ്റ് മേടിക്കണം. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് പോവാം, ഫുഡിന്റെ അടുത്ത് പോവാം. ആക്ഷൻ ക്യാമറ ഒരിക്കലും അത് വരൂല. അപ്പൊ വ്ളോഗായിട്ട് തന്നെ എടുക്കുക. സൂപ്പർ സാധനം അത് നമുക്ക്. ഞാൻ പറഞ്ഞത് സോറി ഞാൻ പറയാം, അത് കിടിലൻ സാധനം. ये फ्लेवर ना मैंने बताया था, चिल्ली. ചില്ലി ഒരു പണിയില്ലാണ്ട് ഈച്ചനെ തട്ടിരിക്കുന്നതിന് പറയും ഇവർക്കൊരു എന്റർടൈൻമെന്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫാറ്റ് ആണ്. ഓ ബട്ടർ ഇസ് ഫാറ്റ്. ഇറ്റ്സ് ഫാറ്റ് നോ ഓൾറെഡി ഫ്ലേവർ. നിങ്ങളൊക്കെ പറയുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. ഇത് ഫ്രഞ്ചുകാർ പറയും. അല്ലടാ നോൺ സ്റ്റിക്ക്. ഈ ഗ്രേവിയാണ് വലിയ പണി. ഈ ഗ്രേവിയാണ് സ്പൂൺ യൂസ് ചെയ്യാവോ? ഇല്ല കലവരും ഇല്ല. കണ്ടിട്ടുണ്ട് അപ്പോഴും വെട്ടിയാണ്. ये वो नहीं है, ഇങ്ങനത്തെ സ്പൂൺ ये आपको इसके लिए अच्छा नहीं है ना. തലക്കിട്ട് അടിച്ചു തരും. वुड नहीं है, स्पून यूज करना है. दूसरा भी नहीं है. स्पैचुला कोई सा भी नहीं है, कोई सा भी स्पैचुला नहीं है. കാര്യം ബ്രോ, അതെന്ന് വെച്ചാൽ ഫ്രഞ്ചുകാർ പറയും 4 മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഏത് ഭക്ഷണവും ഫ്ലേവർഫുൾ ആവുന്നത്. അതിൽ ഒന്ന് മെയിൻ ഫാറ്റാണ്. അത് നോക്കിക്കോ. നല്ല കറി. അല്ല ഇതിപ്പോ ബട്ടർ ചിക്കൻ ആയ കേട്ടോ. ചിക്കനും കൂടെ ഇട്ടാൽ മതി. ഇപ്പം ബട്ടറായി. ചിക്കൻ കൂടി ഇട്ടാൽ ബട്ടർ ചിക്കൻ. ബട്ടറായി, ഗ്രേവി ആയി. ഇനി ഇതായി ചിക്കനും കൂടി ഇട്ടാൽ ബട്ടർ ചിക്കൻ. വേണമെങ്കിൽ ഭംഗിക്ക് ഒരു ബട്ടർ വെക്കാം. കുറച്ച് കണ്ടിട്ട് കൊള്ളാം കേട്ടോ, നല്ല റിച്ച്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, നല്ല തിക്കാ. ഇങ്ങനെ 5 റൊട്ടി ഇരുന്നുണ്ട്, അപ്പോൾ 5 ആക്ക് കഴിക്കുക. അപ്പോൾ 5 ആളെ പോർഷൻ ഉണ്ടാവും. यस बंद करेंगे. क्लोज करना है. तकरीबन कितना मिनट? 2-3 मिनट्स. 2-3 मिनट में सब हो जाएंगे. തക്കാളി കട എന്തിനെന്ന് പറഞ്ഞാൽ 2-3 മിനിറ്റ്, 2-3 മിനിറ്റിൽ എല്ലാം റെഡിയാവും. ഓ അത് ശരി. പുള്ളി ടെൻഷൻ ആവുകയാണ് നമ്മൾ ക്യാമറ വെച്ചപ്പോൾ. എൻ്റെ ഷൂ ബാത്റൂം സെയിം കളർ. ഓ ശരിയാണല്ലേ. ശരിക്കും നമ്മൾ നോർമൽ ചുമ്മാ അല്ല നിർത്തിയത്. ചാർക്കോൾ ചെയ്തിട്ടല്ല തന്തൂർ ഡ്രമ്മിൽ. ഇത് വിചാരിച്ച അത്ര സിമ്പിൾ അല്ല. തന്തൂർ ഡ്രമ്മിൽ റൗണ്ടഡ് ടിക്കാസ് ആയിരിക്കും കൂടുതൽ കിട്ടാൻ. ഇത് കുറച്ചും കൂടി ഒരു മാത്രമല്ല ബട്ടർ ഫ്ലാറ്റ് ടിക്കാസ് ആണ്. ആദ്യം ജസ്റ്റ് സ്റ്റീം ചെയ്ത് വെച്ച് ചിക്കൻ ഇടുന്നില്ലേ?
ആ അത് മലയാളികൾ കൂടുതൽ ചെയ്യുന്ന അങ്ങനെ ചിക്കൻ ഫ്രൈ കിട്ടും നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കടകളിൽ ചിക്കൻ ഫ്രൈ ഇടും അല്ല നോർത്ത് ബട്ടർ ഇന്ത്യൻ ചിക്കൻ ഇല്ല. അങ്ങനെ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട്. ചെയ്യും മറ്റേ ചൈനീസ് ചിക്കൻ ഇല്ലേ സ്റ്റോക്കിലിട്ട ചിക്കൻ അതൊക്കെ എടുത്തിടും. ഓ ഇതാണ് ടേസ്റ്റ്. ആ ചിക്കൻ ആഡ് കറണ ഓക്കെ ഗൈസ് ഇതോടെ ബട്ടർ ചിക്കൻ റെഡി. സ്വാദിഷ്ടമായ ബട്ടർ ചിക്കൻ റെഡി. റെഡി സ്വാതൃഷ്ടിക്കും സ്വാദിഷ്ടമായ. പക്ഷേ എനിക്ക് മനസ്സിലായത് ഈ ഒരു സാധനത്തിന് വേണ്ടിയാണ് ഇയാൾ പറഞ്ഞ ഇത് ഇല്ല എല്ലാം ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്താ ഇവർ ഷട്ടറിട്ട് പോന്നേ നിങ്ങൾ വന്നു ഇതാരാ പറഞ്ഞ കടകാരൻ? പ്ലിങ് ഇത് ഞാൻ പറഞ്ഞ അലക്സ് അച്ഛൻ ഉള്ളിടെ ഒന്നല്ലേ? ആ ഉള്ളി മറ്റേ പുള്ളിയെ വിശ്വസിച്ചൊരു ഇന്ത്യൻ ഡിഷ് കഴിക്കാൻ വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അല്ല ഹലോ ബ്രിട്ടീഷുകാരെ നാഷണൽ ഡിഷ് എന്താ? അത് ബട്ടർ ചിക്കൻ മസാല. അതെ അതൊക്കെ തന്നെ അല്ല ചിക്കൻ ടിക്ക മസാല. ചിക്കൻ ടിക്ക മസാല ആ ബട്ടർ ചിക്കൻ ഒക്കെ അടുത്ത് തന്നെ. അല്ല അതിൽ കുറച്ചുകൂടെ എരിയുണ്ട്. അതാ എനിക്ക് ഇഷ്ടം. എനിക്ക് മധുരമാണ്. ആ ഇത് മധുരമാണ് കറക്റ്റ് ആണ് എല്ലാം അറിയാം നിനക്ക്. സ്പൈസി ഹിറ്റ് ഉണ്ട് അതിന്. എടാ ആ ചില്ലി എന്ത് ഇടലെന്ന് പറയുന്നത്? അതിട്ട് നല്ല പച്ചയാ രസം ഉണ്ടാവില്ല. ആര് പറഞ്ഞു? മറ്റേ ബട്ടർ ചിക്കൻ മസാല ചിക്കൻ ടിക്ക മസാല അല്ല ഇടുന്നത്. അല്ല ചിക്കൻ ടിക്ക മസാല ഇടും പക്ഷെ അത് എരിവല്ല കടിക്കും. എല്ലാം ഇടണം പൊടി. चलो उसको इनको ग्रीन पेपर चाहिए. एक काम कर ग्रीन पेपर साइड में दे देना इनको. हाँ साइड में इट्टर കഴിച്ചോ. അത് ക്രീം. അത് ക്രീം ബട്ടർ ചിക്കൻ റെഡിയാടാ. അതേണ്ട ഇനി മറ്റേത് അടിക്കണം. ഇനി മറ്റേ എക്സും മുട്ട ഇടുന്ന കളി ഉണ്ടല്ലോ. മയോണൈസ് അത് മൈനസാ? नहीं क्रीमी है ना നാട്ടിലായിരുന്നോ? फ्रेश क्रीम. അത് പൂവാടേ. അത് ഡെക്കറേറ്റീവ്. ബാ ഫുൾ റെഡി. താങ്ക് യു ബ്രോ. താങ്ക് യു സോ മച്ച്. ഇൻട്രോ കൊടുക്കുന്നു കേട്ടോ. എന്താ ഇൻ്റർവ്യൂ കൊടുക്കണ്ടേ? അങ്ങനെ ബട്ടർ ചിക്കൻ സെർവ് ചെയ്തിരിക്കുകയാണ്. സൂപ്പർ. നല്ല രസം നല്ല പാത്രം. നല്ല പാത്രം കേട്ടോ. സത്യം നല്ല തറവാടി. പൊറോട്ടിലിട്ടിട്ട് മിക്ക എന്ത് കിട്ടേക്ക്? ഒറോട്ടി അത് സാധനം കൽത്തപ്പം എന്ന് പറയുന്നത് അല്ല മറ്റേ വയനാട്ടുകാരെ ടയർ പത്തിരി അതെ കയർ പത്തിരിയാ? ടയർ പത്തിരി ടയറിൽ ടയറ്. തടിച്ച അരിപ്പത്തിരി. ഓ ഒറട്ടി. ആ ഓറോട്ടി അതല്ലേ പറഞ്ഞ. കലക്കട്ടെ. നിങ്ങൾ കലക്കുന്നു നിങ്ങൾ കലക്കിയാലല്ലേ കലങ്ങൂ. നിങ്ങളൊരു കലക്ക് കറവേട്ട. ആഹാ. ആദ്യം ഇതിന്റെ ഉള്ളിൽ ചോദിക്കട്ടെ. അല്ല നിങ്ങൾ ആദ്യം കഴിക്കും. അല്ല നിങ്ങൾ കഴിച്ചോളാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നിങ്ങൾ ഇതിന്റെ ഒരു ചരിത്രമൊക്കെ അറിയുന്ന ആണെന്നില്ലെങ്കിൽ അതെ തുടങ്ങണം. താങ്ക് യു. ഓവറുമല്ല കുറവുമല്ല. അടിപൊളി കൊള്ളാം കേട്ടോ. रोटी सर हाँ राजेश इसके साथ राइस भी देते हो. ये मिक्स रोटी है. हाँ मिक्स रोटी है कुलचा है പ്ലെയിൻ റോട്ടി ഗാർലിക് റോട്ടി പപ്പടം പോലെ ഉണ്ട് കേട്ടോ. എനിക്ക് പേഷ്യൻസ് ഇല്ല ഗൈസ്. മക്കളെ റോട്ടി ഒരു പീസ് എടുക്കുക. അടിപൊളി. അടിപൊളി ബട്ടർ ചിക്കൻ എടുക്കുക. ബിസ്മില്ലാ. അടിപൊളി സൂപ്പർ. എടാ കൊള്ളാടാ. കഴിയടാ കഴിക്കണ വീഡിയോ എടുക്കട്ട്. കഴി വേഗം കഴി. പക്ഷെ നല്ല ഫ്ലേവർ. റൊട്ടി നല്ല ടേസ്റ്റ് ഉണ്ട്. റൊട്ടിയും കൊള്ളാം. കോംബോ ആയിട്ട് വരികയാണ് മൊത്തം. റൈസ് 5 റൊട്ടി ബട്ടർ ചിക്കൻ. ഓ കുൽച്ച കൊള്ളാം. സോ നൈസ് മാൻ. ഈ കുൽച്ചയാണ് എല്ലാവരും പറയുന്നത് കേരളത്തിൽ ഇൻഫ്ലുവൻസ് ആയത് നോർത്ത് ഇന്ത്യ എന്നുള്ളൊരു അവകാശം നടക്കുന്നുണ്ട്. നമ്മളന്ന് പറഞ്ഞിട്ടില്ലേ പൊറോട്ട എവിടെ നിന്ന് ഉണ്ടായത് നമ്മൾ ബാധിച്ചത് ശ്രീലങ്കയിൽ നിന്ന് ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ വാദിക്കാൻ വന്ന നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ഉണ്ടായത്. കുൽച്ചയെന്നാണ് പൊറോട്ട ഉണ്ടായത്. ഇവിടെ അല്ല തമിഴ് റീജിയൻ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇതയാൾ ആദ്യം ചോദിച്ചത് നല്ല ടേസ്റ്റ്. എടേ ഇത് ചെറിയ റൊട്ടിയടേ. റൈസ് കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റ് കഴിക്കും. നല്ല ഇപ്പോൾ മനസ്സിലായ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞത് കഴിക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ് കഴിക്കുന്നത്. വയറ് ഫുള്ളാണ്. എന്തൊരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ അടിപൊളി കാണാം. മനസ്സിലായില്ല വയറ് ഫുള്ളാണ് നമ്മുടെ വയറ്. ഇവിടെ ഫുഡ് അടിപൊളി കേട്ടോ. നമ്മൾ ആദ്യം അവരെ മടിയും അവരെ മോഹമൊക്കെ കണ്ടപ്പോൾ നമ്മളൊന്ന് പേടിച്ചായിരുന്നു. പക്ഷേ ചിക്കൻ അടിപൊളി, ഗ്രേവി അടിപൊളി, റൊട്ടി അടിപൊളി, ചോറ് അടിപൊളി. എന്താ അയാൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് കൂടുതലും അവർ ബ്രസ്റ്റ് പീസസ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്രസ്റ്റ് പീസ് ഇപ്പം ഷോർട്ടാണ് മാർക്കറ്റിൽ. ഇവർ ആ ഒരു സെലക്റ്റീവ് ബ്രസ്റ്റ് പീസ് കോഴിക്ക് മുലയില്ല മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഷോർട്ടേജ് കുറഞ്ഞുകൊണ്ടാണ് പുള്ളി അത് വേണമെന്ന് പറയുമ്പോൾ പുള്ളിയുടെ അടുത്ത് വളരെ ചെറിയ സ്റ്റോക്ക് മാത്രമേ ബാക്കിയുള്ളൂ.
പിന്നെ തിരക്കുള്ള ഇത് ഒരാൾ ഓർഡർ ചെയ്യുമ്പോൾ അടുത്ത ആളും കൂടി ഇങ്ങനെ ഓർഡർ ചെയ്യുമല്ലോ. ഓ അതുകൊണ്ട് പിന്നെ അത് ഇല്ല എന്നൊരു ഓപ്ഷനിലേക്ക് 2 ദിവസത്തെ സ്റ്റോക്ക് റീസ്റ്റോക്ക് ആവുന്നവരെ വെക്കാമെന്ന് വിചാരിച്ചു. അത് ഇതുവരെ ബില്ല് തന്നിട്ടില്ല. ബില്ല് ഇപ്പോൾ കിട്ടിയാൽ ഞാൻ പറയാം. ഞാനും നോക്കിയില്ല, മെനുവിലും കാണുന്നില്ല. ബില്ല് പറയാം കേട്ടോ, ബില്ല് കിട്ടട്ടെ. എടാ ബില്ലിൻ്റെ ഒരു Guys, ഇതെടുത്തോ. ഇതാണ് ബില്ല്. ലൈവ് ബട്ടർ ചിക്കന് 158 ദിർഹം. വളരെ പൈസ കുറവാണ്. നിങ്ങൾ അല്ല 5 പേർക്ക് കഴിക്കാം. ഇത് 5 ഇത് ഒരു ആൾക്കല്ല കേട്ടോ, 4 പേർക്ക് ഡിവൈഡ് ബൈ 5 ആണ് കേട്ടോ. ഒരു എക്സ്പീരിയൻസ് ആണ്. കിച്ചൺ ഉണ്ടാക്കുന്നതാണ് 58 ഉള്ളൂ. നിങ്ങൾ മുമ്പ് ഉണ്ടാക്കുന്ന 158 നമ്മളതാണല്ലോ ഇന്ത്യ 22.8 22 24.8. ഏത് ഏകദേശം 4000 ഓ. രൂപയുടെ ബട്ടർ ചിക്കൻ ഉണ്ട് കഴിച്ചത്. 4000 ആ 150 സംതിങ് പറഞ്ഞ 4000 2000 ചിക്കനും 2000 രൂപ അത് കൺമുന്നിൽ ഉണ്ടാക്കാൻ 158 4000. ആ 58 ഇല്ല 4000 ആവില്ലടാ. 3000 3700. ആ ഓ 4000 4000 ആയില്ലേ. 3800. അപ്പൊ എന്താണ് ദിവസം കഴിച്ചത് കണ്ടു. Bro, can you open the parking? ഓരോ ബട്ടർ I just have to go. Thank you. താങ്ക് യു ഗൈസ്. അപ്പോൾ അത് Welcome. വരൂ. കൊള്ളാം, നല്ല ഫുഡായിരുന്നു. അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഫുഡൊക്കെ നല്ലതായിരുന്നു. പിന്നെ അല്ല, ബാക്കി ഏരിയ ഡൗൺ ടൗൺ അടേ. ഡൗൺ ടൗണിൽ പിന്നെ നിങ്ങൾക്ക് എത്ര 50 രൂപ ബട്ടർ ചിക്കൻ വേണോ? ആര് വിൽക്കും? ഇവന്റെ വാടക തന്നെ പാവപ്പെട്ടവന് കൊടുക്കണം. 50 രൂപയ്ക്ക് തന്നെ വിറ്റത് ഒരാൾക്ക്. ഇന്ന് തന്നെ ഈ കട ഇന്ന് നാളെ കാണുമെന്ന് കണ്ടറിയാം. പാവപ്പെട്ടവന്മാര് മിക്കവാറും കരാമയെ തുടങ്ങും. നമ്മൾ ഇതില് 58 ദിർഹത്തിന്. അയ്യോ നമ്മൾ ഏത് ഫ്ലോറിന്ന് വന്ന? ഫസ്റ്റ് ഫ്ലോറാ, P1. നമ്മളിനി എങ്ങോട്ടെങ്കിലും പോകണം ഗൈസ്. ബൈ. രാത്രി കഴിക്കാൻ കുറച്ച് തൈരിലിട്ട് കഴിക്കാൻ ഭയങ്കര രസമായിരുന്നു. 3700 ഉണ്ടല്ലേ 3 ദിവസം കഴിക്കും. 2500 നമ്മൾ കഴിച്ചു. 3700 ബട്ടർ ചിക്കൻ. പിന്നെ അതാണ്ട് ഈ ബിൽഡിങ്ങിൽ തന്നെ വേണ്ട കാറുകളെന്നൊക്കെ പറഞ്ഞാൽ ജെട്ടി കാറൊന്നും ഇല്ല. കഴിക്കുന്ന ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം. ഇതായിരിക്കും. ബെൻലയിലൊക്കെ വന്ന ചേട്ടന് കഴിക്കാനുള്ള ബട്ടർ ചിക്കൻ അയാൾ 50 രൂപ കഴിക്കൂ. കണ്ടാ? എനിക്ക് വേണ്ട, എനിക്ക് മിനിമം ഒരു 150 വണ്ടികള് പ്രൈസ് ഇട്ടത്. മനസ്സിലായി? വണ്ടികള് നോക്ക്. മൊത്തം പോർഷെ, ബെൻറ്റ്ലി അങ്ങനത്തെ T1, ഡിഫൻഡർ. നോക്ക് T1, T2. ഓ അത് T1 അത്. ആ ഫെറാറിയൊക്കെ കിടക്കണ്ടേ അവിടെ. പിന്നെ പൊന്നാളിയാ. ഗൈസ് ഒരു ഫൺ ഫാക്ട് പറഞ്ഞുതരാം. ആ വണ്ടിയിൽ ആ ഫെറാറിയിലെ ഒരു വയർ കണ്ടോ നിങ്ങൾ? അത് ഇങ്ങനെ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. അത് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെറാറിയുടെ ബാറ്ററി അടിച്ചു പോകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കണ്ടിന്യൂസ് ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയം ബാറ്ററി മാറ്റാനൊക്കെ വലിയ കാശ് കൊടുക്കേണ്ടി വരും. അത് മാറ്റാനാണ് അവർ ഇങ്ങനെ ചാർജിലിട്ടേക്കുന്നത്. അല്ലാതെ ഇത് മറ്റേ ലാമ്പൊന്നും അല്ല കത്തിക്കാനായിട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. നാളെ നമ്മൾ ചെറുതായിട്ടൊന്ന് മഷാദിൽ മീറ്റപ്പ് ചെയ്യുന്നുണ്ട്. ചായ ആൻഡ് നമ്മളുടെ സ്വന്തം മക്രോണി. കുറേ നാളായി അത് കഴിച്ചിട്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ട് പിന്നെ നമുക്ക് സുബിൻ ലണ്ടൻ ചോക്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്, ലണ്ടൻ ചോക്ലേറ്റ്സ്. യെസ്. അപ്പോൾ അത് എടുക്കണം. പിന്നെ ഇന്ന് നമ്മൾ ജാപ്പനീസ് ഒരു സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ട്. പക്ഷേ അത് നൊമാഡിയനുമായിട്ട് പോകാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവനുമായി നമ്മൾ വരുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ ഒരു പോഡ്കാസ്റ്റ് ഉടനെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ഓൾ ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ബൈ ബൈ. ബൈ. ഓക്കെ ബൈ.